നമസ്കാരം. മുഴുനീള വാർത്ത ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. EP ജയരാജനും രാജീവ് ചന്ദ്രശേഖറും ബിസിനസ് പങ്കാളികളാണെന്ന ആരോപണത്തിൽ CPIM-ന്റെ മറുപടി. VD സതീശൻ തെളിവ് കൊണ്ടുവരട്ടെ എന്നും വെല്ലുവിളി സ്വീകരിക്കുന്നുവെന്നും MV ഗോവിന്ദൻ. ജയരാജൻ മറുപടി നൽകുമെന്നും സംസ്ഥാന സെക്രട്ടറി. സദാനന്ദ ഗൌഡയുടെ കോൺഗ്രസ് ഗവേഷണ വാർത്ത. VS സുനിൽകുമാറിനെതിരെ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനത്തിന് പരാതി നൽകിയത് NDA തൃശൂർ ജില്ലാ കോർഡിനേറ്റർ. ഇലക്ഷൻ കമ്മീഷൻ അംബാസിഡറായ ടൊവിനോയ്ക്കൊപ്പമുള്ള ചിത്രം പ്രചരിപ്പിച്ചത് ചട്ടലംഘനമെന്ന് പരാതി. തൃശൂരിൽ സ്ഥാനാർത്ഥിയാകുന്നതിൽ നിന്ന് സുനിൽകുമാറിനെ തടയണമെന്നും ആവശ്യം. പൗരത്വ നിയമ ഭേദഗതി പ്രതിഷേധ കേസുകൾ പിൻവലിക്കുന്നത് വേഗത്തിലാക്കി സംസ്ഥാന സർക്കാർ. പിൻവലിക്കാനുള്ള അപേക്ഷ കോടതിയിലെത്തിയെന്ന് ഉറപ്പാക്കണം. ആഭ്യന്തര സെക്രട്ടറി DGPക്ക് നിർദ്ദേശം നൽകി. ഇലക്ട്രൽ ബോണ്ട് കേസിൽ കേന്ദ്ര സർക്കാരിനും SBIക്കും തിരിച്ചടി. എല്ലാ വിവരങ്ങളും വെളിപ്പെടുത്തണമെന്ന് സുപ്രീം കോടതി. തിരിച്ചറിയൽ കോഡടക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിക്കണമെന്നും ഉത്തരവ്. വ്യാഴാഴ്ചയ്ക്ക് മുൻപ് സത്യവാങ്മൂലം നൽകാനും നിർദ്ദേശം. മോൻസൺ മാവുങ്കൽ ഉൾപ്പെട്ട പുരാവസ്തു തട്ടിപ്പു കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ കൈക്കൂലി വാങ്ങിയെന്ന ആരോപണം. DYSP YR റസ്റ്റത്തിനെതിരെ ഗുരുതര ആരോപണവുമായി കേസിലെ പരാതിക്കാരൻ. ആരോപണം അടിസ്ഥാനരഹിതമെന്ന് DYSP. മോൻസൺ മാവുങ്കലിന്റെ വീട്ടിൽ മോഷണം നടന്നെന്ന് ക്രൈംബ്രാഞ്ച്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ ED അന്വേഷണം നീളുന്നതിൽ ഹൈക്കോടതിക്ക് അതൃപ്തി. അന്വേഷണം എത്രയും വേഗം പൂർത്തിയാക്കാൻ നിർദ്ദേശം. ചില രാഷ്ട്രീയക്കാർക്കെതിരെ തെളിവുണ്ടെന്നും നോട്ടീസ് അയക്കേണ്ടതുണ്ടെന്നും ED.